ഹായ് ഫ്രണ്ട്സ്, ബ്ലോക്ക് ഡീൽ ഒരു സ്റ്റോക്കിൽ നടന്നു എന്ന് പറയുമ്പോൾ ആ ബ്ലോക്ക് ഡീൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കോണ്ടെക്സ്റ്റിൽ അത് നിർവചിച്ചാൽ മിനിമം 10 കോടി രൂപ വാല്യൂ വരുന്ന സ്റ്റോക്കുകളുടെ ബൈ ഓർ സെൽ ഒറ്റ ട്രാൻസാക്ഷനിലൂടെ നടക്കുമ്പോഴാണ് അതിന് നമ്മൾ ബ്ലോക്ക് ഡീൽ എന്ന് പറയുന്നത്. അതായത് 10 കോടിക്ക് മുകളിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കണം അത്. ഇനി നമ്മളൊരു സ്റ്റോക്കിൻ്റെ മൊത്തം ഷെയർസ് അതിൻ്റെ 0.5% മുകളിലുള്ള ഷെയർസിൻ്റെ വിൽപ്പനയും വാങ്ങലും നടക്കുമ്പോൾ അതിനെ നമ്മൾ ബൾക്ക് ഡീൽ എന്ന് പറയും. ഇതാണ് ബ്ലോക്ക് ഡീലും ബൾക്ക് ഡീലും തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞ ജൂൺ മാസം 28-ാം തീയതി, അത് കഴിഞ്ഞ വെള്ളിയാഴ്ച, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു IT സ്റ്റോക്കിൽ നടന്ന ഇത്തരത്തിലുള്ള ബ്ലോക്ക് ആൻഡ് ബൾക്ക് ഡീലിനെ കുറിച്ചാണ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന ബ്ലോക്ക് ഡീലിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ സൈറ്റുകളിൽ ലഭ്യമാക്കാൻ, അല്ലെങ്കിൽ അത് പബ്ലിക്കിന് ലഭ്യമാക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഡീൽ നടന്ന് 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. ഇങ്ങനെ ഒരു ഡീൽ നടന്നു എന്നുള്ളത് അന്ന് തന്നെ അറിയാൻ പറ്റും. പക്ഷേ അതിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് അറിയണമെങ്കിൽ കുറച്ച് ദിവസം കഴിയണം. അപ്പോൾ സൈറ്റുകളിൽ പരിശോധിച്ചാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ഡീൽ നടന്നത് ജൂൺ 28-ാം തീയതിയാണെന്ന് കാണാം. അപ്പോൾ ചെറുതും വലുതുമായ 13 ബൾക്ക് ഡീലാണ് ഇവിടെ നടന്നതായിട്ട് കാണുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനെയും ഈ ഡീലിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഈ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഒരേ ഫിക്സഡ് പ്രൈസാണ്. 1440.5 എന്ന ഒരു പ്രൈസാണ് നമുക്കതിൽ കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു പ്രൈസ് റീസണബിൾ ആയിരുന്നോ, ഇതെന്തെങ്കിലും ഡിസ്കൗണ്ട് വിലയിലാണോ കിട്ടിയത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള ഡിസ്കൗണ്ട് ഓഫർ അഥവാ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറച്ചിട്ടാണോ ഈ ഒരു ഡീൽ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ആ ദിവസം 28-ാം തീയതി 1468 ആയിരുന്നു. ഡീൽ നടന്ന പ്രൈസ് എന്ന് പറയുന്നത് 1440.50 ആണ്. അതായത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ 27 രൂപ 50 പൈസ കുറച്ചിട്ടാണ് ഈ ഒരു ഡീല് നടന്നിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ഒരു ലോ ആയത് 1442 ആണെന്ന് കാണാം. അപ്പോൾ ഈ ഡീല് 27 രൂപ കുറച്ചിട്ടുള്ള ഒരു ഡീലായതുകൊണ്ടാണ് അന്ന് ഈ സ്റ്റോക്കിൽ 1442 വരെയുടെ ലോ പോകാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം ആ ഒരു ഡിഫറൻസ് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു. എന്നാൽ ഈ ഒരു ഡീല് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആ സ്റ്റോക്കിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 1459 എന്ന ലെവലിലാണ് അന്ന് ആ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡീലിൽ പങ്കെടുത്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഒന്ന് സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്സ് ആണ്, മൗറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള FIAs ആണ്. അവർ 8 ലക്ഷം ക്വാണ്ടിറ്റി ഷെയർസ് ആണ് വാങ്ങിയിട്ടുള്ളത്. മറ്റൊന്ന് മോർഗൻ സ്റ്റാൻലി ആണ്. ഇവർ ഏകദേശം 10 ലക്ഷത്തിനടുത്തുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ ഗോൾഡ്മാൻ സാച്ച് അവർ ഏകദേശം 2 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും അധികം ഡീൽ ഇതിൽ നടത്തിയിട്ടുള്ളത്. അതായത് 69 ലക്ഷത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇനി കൊഡാക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം 5 ലക്ഷത്തിൻ്റെ ഡീൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ SBI മ്യൂച്വൽ ഫണ്ട് ഇതേപോലെ തന്നെ 5 ലക്ഷത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവ കൂടാതെ വൺ ഡീലിലൂടെ ഈ സ്റ്റോക്കിൽ ഉള്ള ഓഹരികൾ വാങ്ങിയ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരുകൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ പറ്റും. അവരെത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ട് എന്നും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പരാമർശിക്കുന്ന ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് HCL ടെക് എന്ന് പറയുന്ന IT സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഡീലുകൾക്ക് ശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു അപ്സൈഡ് മൂവ് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിൽ നടന്നതായി കാണാം. ഏകദേശം 5% ഒരു മൂവ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊരു ലാർജ് ക്യാപ് കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 2% 1% മൂവ് തന്നെ അതൊരു വലിയ മൂവാണ്. ഇപ്പോൾ HCL ടെക്കിൽ ഒരു 1418 രൂപ റേഞ്ച് എന്നുള്ള ഒരു വിലയിൽ ഉണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. HCL ടെക്കിൻ്റെ AI ഇനീഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട ആ ഒരു വീഡിയോ. അതിൽ ഞാൻ ഹാപ്പിയസ്റ്റ് മൈൻഡും ഈ പറയുന്ന HCL ടെക്കും അവർ AI ഇനീഷ്യേറ്റീവിൽ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്, അല്ലെ പുതിയ അവരുടെ വെഞ്ചേഴ്സ് എന്തെല്ലാമാണ് എന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ HCL ടെക്കിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കാൻ ആ വീഡിയോ ചിലപ്പോൾ സഹായിച്ചേക്കും. ഇപ്പോൾ HCL ടെക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ളത്, അതായത് ജൂലൈ 4-ാം തീയതി വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ബീഹാറിൽ HCL ടെക്ക് ആദ്യമായിട്ട് അവരുടെ പ്രസൻസ് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ബീഹാറിലെ പറ്റ്നയിൽ HCL ടെക്കിൻ്റെ ഒരു ഗ്ലോബൽ ഡെലിവറി സെൻറ്റർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്.
ഹൈടെക് കമ്പനികൾക്കും സെമി കണ്ടക്ടർ കമ്പനികൾക്കും IT എഞ്ചിനീയറിംഗ് സർവീസ് നൽകുന്ന ഈ ഒരു സംരംഭം ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ആയിരിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബീഹാറിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവരുടെ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബ് എന്ന് പറയുന്ന പറ്റ്നയിലുള്ള ഉദ്യോഗ് ഭവൻ എന്ന് പറയുന്ന വലിയൊരു കോംപ്ലക്സിലാണ് ഈ ഒരു HCL ടെക്കിൻ്റെ ഈ ഒരു ഡെലിവറി സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ HCL ടെക്കിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് വരാനുള്ളത് അതിൻ്റെ Q1 റിസൾട്ടാണ്. ഇപ്പോൾ ജൂലൈ 12-നാണ് ആ റിസൾട്ട് വരിക. അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പൊതുവെ മാർക്കറ്റിലുള്ള IT സെക്ടറിലുള്ള ഒരു സ്പെക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ വൻകിട കമ്പനികളായിട്ടുള്ള TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് പോലെയുള്ള സ്റ്റോക്കുകളിൽ അവരുടെ 2024 ഈ Q1 ആദ്യപാദ റിസൾട്ട് അല്ലെ Q1 റിസൾട്ടിൽ നല്ലൊരു റവന്യൂ ഗ്രോത്തും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിലും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകുമെന്നാണ് പൊതുവെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ കുറച്ച് പോസിറ്റീവാണ്. അപ്പോൾ HCL ടെക്കിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവർ സൃഷ്ടിച്ചിട്ടുള്ള റീസെൻറ്റ് ഹൈ ആയിട്ടുള്ള 1530 എന്ന ലെവല് ബ്രേക്ക് ചെയ്യാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഈ HCL ടെക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നല്ല വോളിയത്തിൽ ഡെയിലി ക്യാൻഡിൽ ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ അത് 1697 വരെ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ. അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ആ ലെവലിലേക്ക് ഈ സ്റ്റോക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ HCL ടെക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തുക. കൺസൾട്ട് യുവർ ഫൈനാൻഷ്യൽ അഡ്വൈസർ ബിഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ദിസ് സ്റ്റോക്ക്. Thank you for watching. See you next time with another video.